താനിതെവിടെയായിരുന്നു? ഇവിടുന്ന് ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്കല്ലേ തന്നെ പറഞ്ഞയച്ചേ? ഏയ്, അതിന്റെ ഇടയിൽ വേറെ ആരെ കാണാനാ പോയേ? കയറി വന്ന ഒരാളോട് ഇതിനേക്കാൾ മാന്യമായി സംസാരിക്കാം. പുറത്തൊരാളല്ല, സ്വന്തം വീട്ടിലെ അംഗമാ. ചോദ്യത്തില് ഭർത്താവിന്റെ അധികാരമൊന്നും വേണ്ട, കേട്ടല്ലോ? എന്ത് പറ്റി മോളെ? വഴി തെറ്റിയോ? അമ്മ ക്ഷമിക്കണം. ഞാൻ അതുവഴി പോകുമ്പോ എന്റെ സ്കൂളിന്റെ മുമ്പില് ബുക്ക് സ്റ്റോൾ നടത്തിയിരുന്ന ഒരാളെ കണ്ടു. ദീപൻ എന്ന അയാളുടെ പേര്. അയാളിവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാ താമസിക്കുന്നത്. അയാളുടെ ഭാര്യ കാലിന് വയ്യാതെ വണ്ടിയിലിരിക്കുകയായിരുന്നു. അവരെ ഒന്ന് വീട്ടിനകത്തേക്ക് കയറ്റാൻ വേണ്ടി എനിക്കൊന്ന് കയറേണ്ടി വന്നു. അതുകൊള്ളാലോ. തന്നെ കാണുന്നതിന് മുന്നേ അവരെന്താ റോഡിലാണോ കിടന്നുകൊണ്ടിരുന്നത്? ജീവ, മോളെ പറഞ്ഞു തീർക്കാനെങ്കിലും ഒന്ന് സമ്മതിക്കേ. തിരക്കൊണ്ട് പെട്ടെന്ന് പോണെന്നൊക്കെ ഞാൻ പറഞ്ഞതാ അമ്മേ. അവര് കുറച്ചു നേരം പിടിച്ചിരുത്തി ഒരു ജ്യൂസും തന്നു. അവിടുന്ന് തിടുക്കപ്പെട്ട് ഞാൻ പുറത്തിറങ്ങി ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലെത്തിയപ്പോ ജീവനും ജ്യോതിയും വന്നിട്ട് പോയെന്ന് പറഞ്ഞു. അമ്മ തന്ന സമ്മാനം കൊടുത്ത് ഞാൻ ഓടിപ്പിടിച്ചു വരികയായിരുന്നു. ഇതവര് എനിക്ക് തന്നൊരു സമ്മാനം, ഒരു സാരിയാ. ഓ, കണ്ട കാഴ്ചയിൽ തന്നെ സമ്മാനമൊക്കെ തരണമെങ്കിലേ തെറ്റില്ലാത്ത ബന്ധമാണല്ലോ. ഞാൻ അവിടെ കയറിയത് മോശമായി പോയോ അമ്മേ? മോശമായി പോയി. സോറി അമ്മേ. നല്ല പരിചയമുള്ളതുകൊണ്ട് ഒഴിവാക്കി പോരാൻ പറ്റിയില്ല. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞത് അവരുടെ വീട്ടിൽ കയറിയതല്ല. തിരിച്ചു വന്നപ്പോ അവരെയും കൂട്ടി ഇങ്ങോട്ട് കയറി വരാത്തതുകൊണ്ട്. മോളുടെ നാട്ടുകാരിയല്ലേ, അപ്പൊ അവരെ ഇങ്ങോട്ട് വിളിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും മോള് തന്നെയല്ലേ. പിന്നെ അതെന്താ ചെയ്യാതിരുന്നത് മോളെ? എന്തായാലും അടുത്ത് തന്നെ ഒരു പരിചയക്കാരൊക്കെ ഉണ്ടാവുന്നത് മോൾക്ക് നല്ലതല്ലേ? എപ്പോഴെങ്കിലും അങ്ങോട്ടൊന്ന് പോവാല്ലോ, പരിചയം പുതുക്കാല്ലോ. ചിലര് ചില വാക്കുകള് വല്ലാത്ത കാഠിന്യത്തോടെ പറയും. പക്ഷെ അത് പാലിക്കാനാ ബുദ്ധിമുട്ട്. നീ എന്താ ഉദ്ദേശിച്ചത്? ആര് വാക്ക് പാലിക്കാത്ത കാര്യമാണ്? விடுங்க மேடம், சார் இந்த மாதிரி யாருக்கும் புரியாம எவ்வளவோ பேசியிருக்கு. ജ്യോതി, ഇനി എവിടേക്കെങ്കിലും നിത്യമോളുമായി നിന്നെ അയച്ചാൽ എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് മാത്രം പോവുക. വഴിയിൽ വെച്ച് നിത്യയെ തനിച്ചാക്കിയെന്ന് ഞാൻ അറിഞ്ഞ ഈ രീതിയിലായിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്, കേട്ടല്ലോ? ആരാ നോക്കിട്ട് വരാൻ? ആരാ?
നിത്യ, ഇത്ര പെട്ടെന്ന് വീട് കണ്ടുപിടിക്കുമെന്ന് കരുതിയില്ലല്ലേ? അമ്മേ, ഇവരെ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലുള്ള ദീപൻ. വണക്കം. ഒരു മിനിറ്റ്. ஏதோ டிக்கில் இருக்கு. ഇതെന്റെ ഭാര്യ അമൃത. അച്ഛാ, എന്നെയും കൂടി പരിചയപ്പെടുത്ത്. ഞാൻ ആകാശ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാ നിത്യയെ ഞാൻ അവിടെ വെച്ച് കണ്ടത്. നിത്യ വന്ന് പോരുന്ന കൂട്ടത്തില് എനിക്കൊരു അബദ്ധം പറ്റി. അതൊന്നും തിരുത്താനാ വന്നത്. എന്തായാലും അകത്തേക്ക് വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. വരൂ. வாங்க. ஏய் சின்ன பையா, வணக்கம். വീട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്കിളിന്റെ പേര് പറഞ്ഞപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി. ஆமா. അല്ല, ഈ മോള് വന്ന് നിങ്ങളെ കണ്ട കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഇവിടെ. നിങ്ങളെ എന്താ വീട്ടിലേക്ക് ക്ഷണിക്കാത്തതെന്നും പറഞ്ഞ് ഞാനിപ്പോ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോ അതറിഞ്ഞിട്ടാവും അവർ നേരെ ഇങ്ങോട്ട് പോകുന്നത്. ജീവനല്ലേ? ഓ, നിത്യ പറഞ്ഞു ജീവൻ വളരെ ലവബിൾ ആണെന്ന്. അതെ ആന്റി, ഞാൻ നിത്യയ്ക്ക് ഒരു പ്രസന്റ് കൊടുക്കാൻ പറഞ്ഞു ഇയാളോട്. അകത്ത് പോയി പ്രസന്റ് എടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. പക്ഷെ എന്താ ചെയ്തതെന്നറിയോ? എന്റെ ഒരു പഴയ സാരി എടുത്തോണ്ട് പോയി കൊടുത്തു. ഞാൻ ഉദ്ദേശിച്ച സാരി അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്നാ പിന്നെ അതിന്റെ പരിഹാരം ഇപ്പൊ തന്നെ ചെയ്തു കളയാന്ന് കരുതി ഒറ്റ ഇറക്കം ഇറങ്ങിയതാ. ആകാശ്, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്ന. മോൻ നല്ല സ്മാർട്ടാണല്ലോ. എങ്ങനെ സ്മാർട്ട് ആവാതിരിക്കും? അച്ഛനും നല്ല സ്മാർട്ടല്ലേ? നിത്യ, ആ സാരി ഇങ്ങ് തന്നേക്ക്. ആ, എന്നാ പിന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങാണ്. അയ്യോ, നിങ്ങൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അതെ, ഇതൊക്കെ ഒരു സന്തോഷല്ലേ? പരിചയമുള്ളവർ പരസ്പരം കാണുക, കുറച്ച് സമയം ചെലവഴിക്കുക. അല്ലാതെ ജീവിതത്തിൽ നമുക്ക് ബാക്കി വെക്കാൻ വേറെ എന്താ ഉള്ളത്? എന്തായാലും വന്നല്ലോ, ഇനിയിപ്പോ കുറച്ചു നേരം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിരിയാം നമുക്ക്. ஆமா சார், இந்த வீட்ல சிஸ்டர் தான். யார் കയറി വന്നാലും സ്വന്തം വീട് മാതിരി. അതെ, അത് ശരിയാ. അമ്മയും അച്ഛനും ഒക്കെ ആരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. അതിനുള്ള പണി ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു വെക്കുകയും ചെയ്യും.
ആന്റി ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാം. എന്നിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അത് പറ്റില്ല. എന്താ നിത്യമോളെ ഇത്? മോളൊന്നും പറയാത്തത് കൊണ്ടല്ലേ ഇവര് തിരക്ക് പിടിച്ച് പോണോന്ന് പറയുന്നത്. കഴിച്ചിട്ട് പോയാ പോരെ? ഞാൻ കഴിച്ചിട്ടേ വന്നുള്ളൂ. ഇവിടെ എന്തോരം ആൾക്കാരുള്ളത്. എനിക്കിവിടെ നല്ല ഇഷ്ടമായി. തന്തയ്ക്ക് പരിചയം പുതുക്കൽ, കൊച്ചിന് ഇഷ്ടം കൂടുതൽ. ഇതെങ്ങോട്ടുള്ള പോക്കാണോ? ആ സുജാതെ, എന്നാ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക് കേട്ടോ. ജീവ, നീ ഒന്ന് പുറത്തോട്ട് വന്നേ, ഞങ്ങളിപ്പോ വരാം. വാ. வாங்க சார். ஆ. அவங்க இப்ப வரும். ആ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും വാങ്ങിപ്പിക്കണ്ട കേട്ടോ. இங்க அந்த மாதிரி ஒன்றும் இல்ல சார். அம்மா கையாலும் நித்ய மேடம் கையாலும் இங்க எது வச்சாலும் அதுதான் ஸ்பெஷல். കളിച്ച് பாருங்க சார். അവരച്ഛനും മോനും വേറെന്തോ കാര്യം പറയാൻ പോയതാ. അമൃതയ്ക്ക് വേണമെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ. കിടക്കണോ? വേണ്ട ആന്റി, കുഴപ്പമൊന്നുമില്ല. വാ വാ മോനെ. வாங்க சார். എന്താച്ചാ? ഇട ഈ സാമാന്യ മര്യാദ എന്ന് വെച്ചാ എന്താണെന്നെങ്കിലും നിനക്കറിയൂ? അറിയാമെങ്കിൽ എനിക്കൂടെ അത് പറഞ്ഞു തടാ. എന്തിനാപ്പോ ഇങ്ങനെ ഒരു ചോദ്യം? എടാ, നമ്മുടെ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. ചുറ്റുപാടുള്ള ആളുകളുടെ ഇടയിൽ നമ്മുടെ കുടുംബത്തോടൊരു ബഹുമാനമുണ്ട്. പക്ഷേ അതൊട്ടും ഇല്ലാത്തൊരുതനാണ് നീ എന്ന് എനിക്ക് തോന്നി. പലപ്പോഴും നീ പറയുന്ന ചില കാര്യങ്ങൾ, ആസ്ഥാനത്തുള്ള ചില പ്രയോഗങ്ങൾ, അതിന്റെ ഒന്നും അർത്ഥം എനിക്ക് മനസ്സിലാവില്ല എന്നൊരു തോന്നലുണ്ടോ നിനക്ക്? എടാ, നിന്നോടും ജ്യോതിയോടും ഞാൻ അല്പം കർക്കശമായി സംസാരിക്കാറുള്ളപ്പോ ഒക്കെ എന്നെ വിലക്കാറുള്ള നിന്റെ അമ്മയാ. മുൻപും അതെ, ഇപ്പോഴും അതെ. അതിന്റെ അർത്ഥം എനിക്ക് ആ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നല്ല. എനിക്ക് ആ കാര്യത്തിൽ സ്ട്രെയിൻ ഉണ്ടാവരുതെന്നതുകൊണ്ടാണ്. നിന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ ആ പെൺകുട്ടി നിനക്ക് കിട്ടിയ അനുഗ്രഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നിനക്ക് കിട്ടിയ അനുഗ്രഹം നിന്റെ കാൽ ചുവട്ടിൽ ചവിട്ടി അരയ്ക്കുന്ന രീതിയാണ് നിന്റേത്. ഇപ്പൊ തന്നെ നിത്യമോൾ അവളുടെ ഒരു പഴയ പരിചയക്കാരനെ കണ്ടു. അവരോട് അവൾക്ക് സംസാരിക്കേണ്ടി വന്നു, വീട്ടിലൊന്ന് കയറേണ്ടി വന്നു. ഇടാ, എത്ര സിമ്പിളായിട്ട് നിനക്ക് എന്നെ മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ നീ കാണിച്ച അസ്വസ്ഥത, നീ ചോദിച്ച ചോദ്യം, മുള്ളും മുനയും വെച്ചുള്ള നിന്റെ സംസാരം, അതൊന്നും ഒരു സംസ്കാരമുള്ള മനുഷ്യന് ചേർന്നതല്ലടാ. എടാ, ഞാൻ ചെറുപ്പമായിരുന്ന കാലത്ത് അന്നത്തെ ചെറുപ്പക്കാർ ലോകത്തോട് ഇത്രയും കണക്റ്റഡ് ആയിരുന്നില്ല. അവരുടെ വേലിക്കെട്ടുകൾ, അവരുടെ ചുറ്റുപാടുകൾ, അവിടെ ഒതുങ്ങിക്കൂടുന്നവരായിരുന്നു പലരും. പക്ഷെ നിങ്ങളോ? എത്ര സംസ്കാരങ്ങൾ, എത്രയോ ജീവിത രീതികൾ കണ്ടുപഠിക്കേണ്ട എത്രയോ അവസരങ്ങൾ. ദാമ്പത്യത്തിൽ പിടിച്ചടക്കൽ എന്നൊന്നില്ല മോനെ. വിട്ടുകൊടുക്കലിനാണ് പ്രാധാന്യം. വിട്ടുകൊടുക്കലിലൂടെ പരസ്പരം മനസ്സിലാക്കുകയും അവസാനം ദൃഢമാവുകയും ചെയ്യുന്നൊരു ബന്ധം, അതാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വേണ്ടത്. മോനെ, നിത്യമോള് ഒരു പാവ. അവളെ തോൽപ്പിക്കാൻ നിന്റെ ഒരു നോട്ടം മാത്രം മതി. നിന്റെ നാവിൽ നിന്നും വരുന്ന കനത്തൊരു വാക്ക് മതി. പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോ അവളുടെ മനസ്സ് മുറിയും. ആ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം നിന്റെ ജയമായിട്ട് നീ കണ്ടാൽ നിന്നെ പോലെ പമ്പര വിഡ്ഢിയായ മറ്റൊരുത്തം വേറെ ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് നിനക്ക് മനസ്സിലായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നീ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി പറയാനും എനിക്കറിയാം. ഇനി മേലിൽ സംസ്കാരമില്ലാത്തൊരു വാക്ക് അമ്മയുടെ പെങ്ങളുടെ മുമ്പിൽ വെച്ച് നിന്റെ വായിന്ന് വീണ ഓർക്കണം നീ, നിന്നെ മുഖമടച്ച് തല്ലാനുള്ള ആരോഗ്യം ഇപ്പോഴും എന്റെ വലത് കൈക്കൊണ്ടെന്ന്.
ജീവ, ഇപ്പൊ വന്നവര് ഭക്ഷണം കഴിച്ച് പിരിയുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. നിന്റെ പെരുമാറ്റം മാന്യമായിരിക്കണം. മനസ്സിലാടാ? കിരൺ എന്താ കാണണമെന്ന് പറഞ്ഞത്? പറയാം. തനിക്കെന്താ കുടിക്കാൻ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. കിരൺ കാര്യം പറയ്. എന്റെ സിറ്റുവേഷൻ അറിയാലോ. എനിക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആവുന്നത് വരെ എനിക്ക് അവരെയൊക്കെ പേടിച്ചേ പറ്റൂ. തന്റെ പ്രോബ്ലംസിൽ നിന്നും തന്നെ പൂർണ്ണമായും ഫ്രീ ആക്കുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഡിവോഴ്സിന്റെ കാര്യം താൻ പറഞ്ഞു. ഡിവോഴ്സ് നടന്നാൽ ഭർത്താവിനെ ഒഴിവാക്കാനല്ലേ പറ്റൂ. താൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ എന്ത് ചെയ്യും? താൻ സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഓവ്, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട. എനിക്കതിനെ വളർത്താനും പറ്റില്ല. പ്രസവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് കളയും. വിലക്കപ്പെട്ട സന്തതി എന്നെ വിട്ടങ്ങ് പോട്ടെ. അങ്ങനെ അതിനെ വെറുക്കപ്പെട്ട സന്തതി എന്ന് വിളിക്കണമെന്നില്ല. ഒരുപക്ഷെ ആ കുഞ്ഞ് തനിക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരാളാണെങ്കിലോ? എന്ത് ഭാഗ്യം! എന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ അസത്ത്. താൻ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കുഞ്ഞിനെ പ്രസവിക്കുന്നു, ഇരുട്ടിൽ ഏതെങ്കിലും അനാഥാലയത്തിന്റെ മുന്നിൽ വലിച്ചെറിയുന്നു. ഇത് ഒരുപാട് പേര് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ? പക്ഷേ അങ്ങനെ വലിച്ചെറിഞ്ഞാൽ അതോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കരുതാൻ പറ്റുമോ? നാളെ ഒരു കാലത്ത് ആ കുഞ്ഞ് വളർന്ന് വലുതാവുമ്പോൾ അവൻ്റെ അമ്മയെ തിരക്കി വരില്ലെന്ന് എന്തോ ഉറപ്പ്? കണ്ടെത്തിക്കൂടാന്നുണ്ടോ? ഒരുപക്ഷെ സമൂഹം ആദരിക്കുന്നൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഒരു ചോദ്യചിഹ്നമായി ആ കുട്ടി മുമ്പിൽ വന്ന് നിന്നാലോ? എനിക്കറിയില്ല. കിരൺ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത്. പേടിക്കേണ്ട കാര്യങ്ങൾ പേടിക്കണോടോ. ആ പേടി ഇല്ലാതാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ വേണം. ഞാൻ നോക്കിയിട്ട് എത്ര വളർന്നാലും ആ കുട്ടി തന്നെ തേടി വരാതിരിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ആ കുഞ്ഞു വളരേണ്ടത് അനാഥാലയത്തിലല്ല, ഏതെങ്കിലും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ. കിരൺ എന്താ സിനിമ കഥ പറയാണോ? നാട്ടിൽ സംഭവിക്കുന്നത് തന്നെയാണോ സിനിമാ കഥകളായി മാറുന്നത്? ഈ കാര്യത്തിൽ തനിക്കൊരു ഫേവർ ചെയ്യാൻ എനിക്ക് പറ്റും. എൻ്റെ പരിചയത്തിൽ കുട്ടികളില്ലാത്തൊരു ഭാര്യയും ഭർത്താവും ഉണ്ട്. അവരാ കാര്യത്തിൽ വളരെ നിരാശരുമാണ്. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്ന സമയമാണ്. ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മറികടക്കാൻ തീരുമാനിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? വിവാഹമോചനവും കഴിഞ്ഞ് താൻ ഫ്രീ ആയി നിൽക്കുകയാണെങ്കിൽ പ്രസവ സമയത്ത് തനിക്ക് അവരുടെ കൂടെ നിൽക്കാം, വളരെ രഹസ്യമായിട്ട്. പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിനെ അവർ ഏറ്റെടുക്കുകയും ചെയ്യും. നമ്മൾ 4 പേര് മാത്രം അറിയുന്നൊരു ഡീൽ. പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചുപോയെന്ന് തനിക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താവുന്നേ ഉള്ളൂ. ആലോചിച്ച് നോക്കുമ്പോ കിരൺ പറയുന്ന കാര്യത്തിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കിരൺ ഈ പറഞ്ഞ ആളുകളെ വിശ്വസിക്കാൻ പറ്റുന്നവരാണോ? അല്ലാതെ ഇങ്ങനൊരു കാര്യം തൻ്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുമോ? അവരിവിടെ തന്നെയുണ്ട്. ഞാൻ അവരെ വിളിക്കട്ടെ. പിന്നൊരു കാര്യം, ഒരു തീരുമാനം താൻ അവരോട് ഉറപ്പിച്ച് പറഞ്ഞാൽ അതിൽ നിന്നൊരു മാറ്റം പാടില്ല. താൻ വാക്ക് പറയുന്ന നിമിഷം മുതൽ വീണയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെക്കുറിച്ച് അവർ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. അവരുടെ കുഞ്ഞിൻ്റെ പിറവിയായിട്ടേ അവരതിനെ കാണൂ. തനിക്ക് സമ്മതമാണെങ്കിൽ. എനിക്ക് സമ്മതം. എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. ബെന്നിച്ച, ഒന്നെങ്കിൽ വന്നേ. വാ, ഇവിടെ ഇരിക്കേ. വാ.
വീണ, ഇതാണ് ബെന്നിച്ചൻ, ഇത് ഭാര്യ ആലീസ്. കാര്യങ്ങളൊക്കെ ഞാൻ വീണയോട് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തണം. വീണ, ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ആലോചനയിലായിരുന്നു ഞങ്ങൾ. അപ്പോഴും ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ലീഗലായിട്ട് മൂവ് ചെയ്താ കുറച്ച് മുതിർന്ന കുട്ടിയാണ് കിട്ടുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഞങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുമോ, ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അപ്പോഴാണ് കിരൺ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. വീണയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി ഞങ്ങൾ വളർത്തിക്കോളാം. വീണ നല്ല മനസ്സോടെ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നാ മതി. അതെ ബെന്നിച്ച, ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. വീണയ്ക്ക് വീണയുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അല്പം പണം വേണമെന്ന് കിരൺ പറഞ്ഞു. അത് തരാൻ ഞങ്ങൾ തയ്യാറാ. ബാക്കിയൊക്കെ വീണ പറയൂ.